ഹലോ നമസ്കാരം, എല്ലാവർക്കും ദേവ്സ് കുക്കിംഗ് വേൾഡിലേക്ക് സ്വാഗതം. ക്രിസ്മസിന് സ്പെഷ്യൽ ഐറ്റംസ് ഉണ്ടാക്കാൻ എല്ലാവരും തിരക്കിലാകും. അപ്പോൾ ഈ ക്രിസ്മസ് സ്പെഷ്യലാക്കാൻ എൻ്റെ ഒരു റെസിപ്പി ആയാലോ. ഇത് ഒരു നാൻ്റെ റെസിപ്പിയാണ്. ഞാൻ ഒത്തിരി പരീക്ഷിച്ചിട്ട് എനിക്ക് 100% പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടിയത് ഈ റെസിപ്പിയിലാണ്. അത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാം. ശരി, നമുക്ക് വീഡിയോ കണ്ടാലോ. അപ്പോൾ ഇതിൻ്റെ പ്രിപ്പറേഷൻ നമുക്ക് നോക്കാം. 1.5 ടീസ്പൂൺ ഈസ്റ്റ് വേണേ. ആദ്യം ഈസ്റ്റ് ഒന്ന് പൊങ്ങാൻ വയ്ക്കണം. നമുക്ക് 1 ടീസ്പൂൺ പഞ്ചസാര, 1 ടീസ്പൂൺ തൈര് നമുക്ക് വേണമെങ്കിൽ മാവിൽ കൂടെ ചേർത്താലും മതി. ഞാനിതിൽ ഈസ്റ്റിലൂടെ ചേർത്തന്നേ ഉള്ളൂ. ഇനി 2 ടേബിൾ സ്പൂൺ ചെറു ചൂടുള്ള പാല്, ചെറു ചൂടായിരിക്കണേ പാല്. എന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് ഒരു 20-25 മിനിറ്റ് നമുക്കത് പൊങ്ങാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി മാവ് 3 കപ്പ് മൈദ മാവ് ഞാൻ അളന്നെടുത്തിട്ടുണ്ട്. 240 ml ആ കപ്പിലാണ് അളന്നെടുത്തത്. പിന്നെ 1 കപ്പ് ഗോതമ്പ് മാവ്, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇല്ലെങ്കിൽ 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ആയാലും മതി. ആവശ്യത്തിന് ഉപ്പ്, പിന്നെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര. ഞാൻ കൂടുതലാണ് പഞ്ചസാര ചേർത്തത്, അത് വേണ്ടി വരില്ല. നിങ്ങൾക്കൊരു 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ആയാലും മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഞാൻ ബട്ടറാണ് ചേർക്കുന്നത്. ബട്ടർ ഒരു 100 ഗ്രാം എടുത്തിട്ടുണ്ട് ഞാൻ, പക്ഷെ അത്രയും ചേർത്തില്ല. പുട്ടിന് ഒക്കെ കുഴയ്ക്കും പോലെ ബട്ടർ ചേർത്തൊന്ന് കുഴച്ച് എടുത്തതിന് ശേഷം നമുക്ക് പൊങ്ങി വന്ന ഈസ്റ്റ് കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഒരു മുട്ടയും കൂടെ ചേർത്ത് കൊടുക്കാം. റൂം ടെമ്പറേച്ചറിലിരുന്ന മുട്ടയാണ് ഞാൻ പൊട്ടിച്ചൊഴിച്ചത്, ഫ്രിഡ്ജിലെ മുട്ട എടുക്കല്ലേ. ഇനി നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യണം. ഇതിന് നമുക്ക് പാല് ചേർത്താണ് കുഴക്കേണ്ടത്. അതുകൊണ്ട് ആവശ്യത്തിന് പാല് ചേർത്ത് നമുക്ക് ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന ആ ഒരു കൺസിസ്റ്റൻസിയിൽ കുഴച്ചെടുക്കാം. ഞാൻ ഇവിടെ നന്നായിട്ട് കുഴച്ചെടുക്കുന്നുണ്ടേ. നല്ല സോഫ്റ്റ് ആവണം. എന്നിട്ട് നമുക്ക് ഇത്തിരി ബട്ടർ കൂടെ തേച്ച് അത് മൂടി വയ്ക്കാം. മൂടി വയ്ക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒരു നനഞ്ഞ തുണി ഇതിൻ്റെ മീതെ ഒന്ന് മൂടണം. അതായത് തൊടുമ്പോൾ ഈ ടെക്സ്ചർ വരണം മാവിന് കേട്ടോ. ഇങ്ങനെ ഒരു നനഞ്ഞ തുണി നനച്ചിട്ട് ഇങ്ങനെ മൂടി വയ്ക്കാം. ഇത് കുറഞ്ഞതൊരു 2 മണിക്കൂറെങ്കിലും നമുക്ക് മാറ്റി വയ്ക്കാം. 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ മാവ് അല്പം പൊങ്ങി വന്നിട്ടുണ്ട്. അല്പമല്ല, നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്നുകൂടെ നന്നായിട്ടൊന്ന് കുഴച്ചിട്ട് ചെറിയ ചെറിയ ഉരുളകളാക്കണം. ചെറിയ ഉരുളകളെന്ന് വെച്ചാൽ ചപ്പാത്തിക്കുള്ള ഉരുളകളെക്കാൾ കുറച്ചുകൂടെ വലുത്, ആ ടൈപ്പ് ഉരുളകളാക്കണം. എനിക്കിവിടെ 14 ഉരുളകളാണ് ഇതിൽ വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത്രയും വേണ്ടെങ്കിൽ ഈ മാവിൻ്റെ അളവ് കുറച്ചാൽ മതി. കൂടുതൽ വേണമെങ്കിൽ അളവ് കൂട്ടാം. ഇനി നമുക്ക് ചപ്പാത്തിക്കല്ലിൽ വെച്ച് സാധാരണ ചപ്പാത്തി പരത്തുന്ന പോലെ തന്നെ, പക്ഷേ ഷേപ്പ് ഓവൽ ഷേപ്പ് മതിയേ, റൗണ്ടൊന്നും വേണ്ട. എക്സാക്റ്റ് റൗണ്ട് ഷേപ്പല്ല. നാൻ്റെ ഷേപ്പ് നിങ്ങൾക്ക് അറിയാമല്ലോ, ഒരു ഓവൽ ഷേപ്പിലല്ലേ കിട്ടാറ്. നല്ല ചൂടായ പാനിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് മറിച്ചിട്ടിട്ട് ബട്ടർ തടവുക. 2 വശവും നന്നായിട്ട്, അത് ഇടുമ്പോഴേ നന്നായിട്ട് നല്ല ബ്രൗൺ കളറിൽ വരും. പഞ്ചസാരയൊക്കെ ചേർത്തിരിക്കുന്നത് കൊണ്ട് നല്ലൊരു ബ്രൗൺ കളറിൽ വരും. അപ്പോഴങ്ങ് എടുത്താൽ മതി. ഒരുപാട് സമയമൊന്നും ആവില്ല. ഒരു 2 മിനിറ്റ് കൊണ്ട് നമുക്ക് ഒരു നാൻ ചുട്ടെടുക്കാം. നമുക്ക് ഓരോന്നായിട്ട് ചുട്ട് പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യാം. ഇതിവിടെ റെഡി ആയിട്ടുണ്ടെല്ലാം. ക്രിസ്മസ് പോലുള്ള ഒരു സെലിബ്രേഷന് പറ്റിയ ഒരു ഐറ്റം തന്നെയാണിത്. അപ്പോൾ നിങ്ങളുടെ ക്രിസ്മസ് ഡിന്നറിന് ഇത് ഒന്ന് ട്രൈ ചെയ്തിട്ട് കമൻസൊക്കെ കമൻറ്റ് ബോക്സിലിടുക. സൂപ്പർ ടേസ്റ്റിയായ ഒരു ഐറ്റമാണ് ഇത്. സ്കിപ്പ് ചെയ്യാതെ നിങ്ങളെല്ലാവരും ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായല്ലോ അല്ലേ? എങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുക. ബെല്ലൈക്കൺ പ്രസ് ചെയ്യുമ്പോൾ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. ക്രിസ്മസ് ന്യൂ ഇയർ സ്പെഷ്യൽ ഐറ്റംസ് ഇനി വരുന്നുണ്ട്. വീഡിയോയ്ക്കായി കാത്തിരിക്കുക. അപ്പോൾ പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ, goodbye.